പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണക്കാലം വരവായല്ലേ? എല്ലാവർക്കും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നുള്ള പച്ചക്കറികളൊക്കെ പറിക്കാൻ പറ്റുമോ? മഴയൊക്കെ കുറേ പേരെങ്കിലും നിരാശരാക്കിയിട്ടുണ്ട്. വേണ്ടുന്ന രീതിയിൽ ഇപ്രാവശ്യം ആർക്കും പച്ചക്കറിയൊന്നും വളർത്താൻ സാധിച്ചിട്ടില്ല. കാരണം ആലപ്പുഴക്കാരുടെ കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. മറ്റ് സ്ഥലത്തുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പം പച്ചക്കറികളൊക്കെ കിട്ടും. അതുപോലെ തന്നെ മട്ടുപ്പാവ് കൃഷിയുള്ളവർക്കും മണമറയുള്ളവർക്കും ഒക്കെ പച്ചക്കറികളൊക്കെ പറിക്കാൻ സാധിക്കും. അല്ലാതെ സാധാരണക്കാരായ കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ പറമ്പിലെ കൃഷിയൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വെള്ളം കെട്ടി നിന്ന് കുറേയൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ കടയിൽ ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് തൈകളൊക്കെ എല്ലാം നശിച്ചു പോയെന്നൊക്കെ അല്ലേ. നമ്മളൊരു സമയത്തൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത്, ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ പൂക്കളം ഒരുക്കാനായിട്ട് പറമ്പിൽ നടന്നുള്ള പൂക്കളൊക്കെ പറിക്കും. നല്ല നല്ല പൂക്കളൊക്കെ, ഒത്തിരി കാട്ടുപൂക്കളുണ്ട്. കാട്ടുപൂക്കളെന്ന് ഇപ്പം പറയും, പക്ഷേ അന്നൊക്കെ ചെടികളൊക്കെ നട്ടു വളർത്തുന്നത് അതുപോലത്തെ ചെടികൾ, ഗന്ധരാജന്, അതുപോലെ തന്നെ ഈ പെരിങ്ങലത്തിൻ്റെ പൂക്കളെ, തുമ്പപ്പൂവ്, പിന്നെ കമ്മൽ ചെടിയുടെ പൂക്കളെ, ഇങ്ങനെയൊക്കെയുള്ള പൂക്കളും ഇല, നല്ല നിറമുള്ള ഇല ഒക്കെ ഉണ്ട്, ചീര പോലത്തെ ആ ഇലകളൊക്കെ അരിഞ്ഞ് അതിൻ്റെ പൂക്കൾ, വാടാമുല്ലപ്പൂവ്, ഇതൊക്കെ ഇട്ട് നമ്മൾ പൂക്കളം ഒരുക്കുമായിരുന്നു. പക്ഷേ ഇന്നതല്ല. ഇന്നങ്ങനെ അതൊരു രസമാണ്, ഒരാചാരം പോലാണ്. നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ ചെന്ന് ഈ അത്തപ്പൂക്കളത്തിനുള്ള പൂക്കൾ തലേ ദിവസം പറിക്കുന്നു, ആർക്കാ കൂടുതൽ കിട്ടി, അങ്ങനെയൊക്കെയുള്ളൊരു ആവേശത്തോടൊക്കെയാണ് ഈ പൂ പറിക്കുന്നത്. ഇന്നതൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങിക്കുകയാണ്. ആദ്യമൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ വരുന്ന പൂക്കളാണ്, അത് കീടനാശിനിയൊക്കെ തളിച്ച പൂക്കൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ സ്ഥലത്ത് തന്നെ വളർത്തായിട്ട് ഒത്തിരി പൂപ്പാടങ്ങളുണ്ട്. അവിടുന്ന് നമ്മൾ പൂക്കൾ വാങ്ങിക്കും. അവിടെ നിന്നൊക്കെ വില കൊടുത്ത് മേടിക്കും. അതുപോലെ തന്നെ കുറേ ആൾക്കാർ സ്വന്തമായിട്ട് തന്നെ പൂക്കൾ നട്ട് ആ പൂവിൽ നിന്നെടുത്ത് അത്തപ്പൂക്കളമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത്. ഓണത്തിന് മാത്രം അത്തക്കളം ഇടുന്ന ഒരു രീതിയിലേക്ക് മാറി. അല്ല, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അത്തം മുതൽ 10 ദിവസം വരെ പൂക്കളം ഇടുന്ന ആൾക്കാരും ഉണ്ട്. കാശ് കൊടുത്ത് തന്നെ പൂക്കളം ഇടുന്ന, ആ താല്പര്യം കൊണ്ട് ഇടുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ഓണത്തിനെങ്കിലും നമ്മുടെ വീട്ടുവളപ്പിൽ നമുക്ക് കുറച്ചെങ്കിലും ഈ ബന്ധിത്തൈകളും ഒക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൂ നമുക്ക് പറിച്ച് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇന്നലെ ഞാനൊരു ബന്ധിപ്പൂവിൻ്റെ പൂന്തോട്ടം കാണാൻ പോയി. അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറേയധികം വീഡിയോ ഇട്ടു. അവിടെ സുല്ലെന്ന് പറയുന്ന ഒരാളാണ് അവിടെ കൃഷി ചെയ്തേക്കുന്നത്. അവർ 2.5 ഏക്കർ സ്ഥലത്ത് നല്ല മനോഹരം, ഒത്തിരി ആൾക്കാർ വന്ന് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു ഒക്കെയുണ്ട്. അപ്പോൾ ഒരാളുടെ ഒരു ശ്രമമാണ്, അധ്വാനമാണ് അത്രയും സ്ഥലത്ത് ആ പൂ കൃഷി നടത്തുകയും. അവിടെ 150 രൂപ 1 കിലോ പൂവിന്. അതിനേക്കാളും പലയിടത്ത് പല റേറ്റാണ്. അവർ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഫലമല്ലേ. അത്രയും രൂപയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമൊന്നുമില്ലാതെ നമുക്ക് വലിയ പൂവാണ് കിട്ടുകയും ചെയ്യും. ഒത്തിരി ആൾക്കാർ വന്ന് പൂ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇനി അടുത്ത വർഷത്തേക്കിന് അവരുടെ വീട്ടുവളപ്പിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലൊരു പൂന്തോട്ടം കൂടെ അറേഞ്ച് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഓരോ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് ഇടണം, അതുപോലെ ലൈക്ക് അടിക്കണം കേട്ടോ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. വീഡിയോകൾ ഓരോന്നും ചാനലിൽ കയറി കാണണം. ഓക്കെ.